ബംഗാളിന്റെ മണ്ണ് ഇന്ന് ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഗംഗാ നദിയുടെ ഓളങ്ങൾ പോലും ഇന്ന് മാറ്റത്തിന്റെ മന്ത്രം ഉരുവിടുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുപക്ഷ ഭരണത്തിന്റെ അന്ധകാരത്തിൽ നിന്നും പിന്നീട് വന്ന തൃണമൂലിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നും സോണാർ ബംഗാളിനെ വീണ്ടെടുക്കാൻ ഒരു ജനനായകൻ ഉദിച്ചുയർന്നിരിക്കുന്നു. അതാണ് സുവേന്ദു അധികാരി. നന്ദിഗ്രാമിന്റെ മണ്ണിൽ മമതാ ബാനർജി എന്ന അതികായികയെ മുട്ടുകുതിച്ച ബംഗാളിലെ കാവ്യപ്പടയുടെ പോരാട്ട വീര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. ഇന്ദ്രപ്രസ്ഥാനത്തിലെ കരുത്തരായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അനുഗ്രഹത്തോടെ ബംഗാളിന്റെ സിംഹാസനം ലക്ഷ്യമാക്കി കുതിക്കുന്ന സുവേന്ദുവിന്റെ പോരാട്ടം വെറുമൊരു രാഷ്ട്രീയ വിജയമല്ലായിരുന്നു. അത് ബംഗാളിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ധർമ്മയുദ്ധമായിരുന്നു. ബംഗാളിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയ കരുത്തനായ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തെ വിശ്വഗുരുവാക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന മോദിജി ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി നൽകിയ ഉറപ്പുകൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റു കഴിഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ കരുത്തിൽ ബംഗാൾ വീണ്ടും ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാവുകയാണ്. ഈ പോരാട്ടത്തിന് തന്ത്രങ്ങൾ മെനഞ്ഞത് ആധുനിക ഇന്ത്യയുടെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷായായിരുന്നു. ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും ഓരോ ബൂത്തിലും BJPയുടെ കൊടി പാറിക്കാൻ അമിത്ഷാ നടത്തിയ പടയോട്ടം ചരിത്രമാണ്. മമതയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയ അഴിമതിയുടെയും ആക്രമണത്തിന്റെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ അമിത്ഷാ കാണിച്ച ചടുതലയാണ് ഇന്ന് സുവേന്ദുവിനെ പോലൊരു ജനകീയ നേതാവിന് കരുത്തായത്. മോദിയുടെ വികസന രാഷ്ട്രീയവും അമിത്ഷായുടെ സംഘടനാ പാഠവും ഒന്നു ചേർന്നപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ BJP എന്ന സൂര്യൻ ഉദിച്ചുയർന്നു. ഇനി ആരാണ് സുവേന്ദു അധികാരി? നമുക്ക് നോക്കാം. 1970 ഡിസംബർ 15 ജനിച്ച സുവേന്ദു കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. കാന്തി മുനിസിപ്പാലിറ്റി ചെയർമാനായും MLA ആയും അദ്ദേഹം മനസ്സുകളിൽ ഇടം നേടി. എന്നാൽ സുവേന്ദു എന്ന പേര് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇടിമുഴക്കമായത് നന്ദിഗ്രാം പ്രക്ഷോഭത്തിലൂടെയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷകരെ അണിനിരത്തി അദ്ദേഹം നടത്തിയ പോരാട്ടമാണ് സത്യത്തിൽ മമതാ ബാനർജിയെ അധികാരത്തിലെത്തിച്ചത്. പക്ഷേ അധികാരം കയ്യിലെത്തിയപ്പോൾ മമത അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വഴി തിരഞ്ഞെടുത്തപ്പോൾ സ്വന്തം ജനതയ്ക്ക് വേണ്ടി സുവേന്ദു ആ കൊട്ടാരക്കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി. 2020 ഡിസംബറിൽ അദ്ദേഹം BJPയിൽ ചേർന്നത് ബംഗാൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. ചരിത്രം തിരുത്തിക്കുറിച്ച 2021 പോരാട്ടം മമതാ ബാനർജിയെ അവരുടെ തന്നെ തട്ടകത്തിൽ നേരിടാൻ സുവേന്ദു കാണിച്ച ആത്മവിശ്വാസം സമാനതകളില്ലാത്തതാണ്. നന്ദിഗ്രാമിന്റെ മണ്ണിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയും മറുവശത്ത് ജനനായകനായ സുവേന്ദുവും ഏറ്റുമുട്ടിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കി. ഒടുവിൽ 986 വോട്ടുകൾക്ക് മമതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ബംഗാളിലെ യഥാർത്ഥ അധികാരി താനാണെന്ന് തെളിയിച്ചു. അഴിമതിക്കെതിരെയും അനധികൃത നുഴഞ്ഞുകയറ്റത്തിനെതിരെയും സുവേന്ദു ഉയർത്തുന്ന ശബ്ദം ഇന്ന് ഓരോ ബംഗാളിയുടെയും ആവേശമാണ്. റോഹിംഗ്യൻ വിഷയത്തിൽ അദ്ദേഹം എടുത്ത കർക്കശമായ നിലപാടുകൾ ദേശീയ സുരക്ഷയ്ക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം വെളിവാക്കുകയാണ്. തന്നെ അടിച്ചമർത്താൻ മമതാ സർക്കാർ 25ലധികം കേസുകൾ ചുമത്തിയിട്ടും ഒരടി പോലും പിന്നോട്ട് പോകാതെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനായി അദ്ദേഹം ഗർജിക്കുകയായിരുന്നു. മമതയുടെ ഭരണത്തിന് കീഴിൽ ബംഗാൾ അഴിമതിയുടെ കുത്തരങ്ങായി മാറിയപ്പോൾ സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയത് സുവേന്ദു അധികാരിയാണ്. അധ്യാപക നിയമന അഴിമതി വരെ നീളുന്ന TMCയുടെ അഴിമതി കോട്ടകളെ അദ്ദേഹം ഓരോന്നായി തകർത്തെറിഞ്ഞു. ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന മോദിജിയുടെ വാക്കുകളെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സുവേന്ദു ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. സെക്രട്ടേറിയറ്റിലെ AC മുറികളിൽ ഇരുന്നല്ല, മറിച്ച് വെയിലത്തും മഴയത്തും ബംഗാളിലെ തെരുവുകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നാണ് അദ്ദേഹം ഈ പോരാട്ടം നയിച്ചത്. ദേശീയ സുരക്ഷയും നുഴഞ്ഞുകയറ്റവും ബംഗാളിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി കാണിക്കുന്ന ഇച്ഛാശക്തിക്ക് കരുത്ത് പകർന്നത് സുവേന്ദുവിന്റെ നിലപാടുകളാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയാണ്. ബംഗാൾ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർക്ക് സ്ഥാനമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഓരോ ദേശസ്നേഹിയുടെയും ഉള്ളിൽ ആവേശം നിറച്ചതായിരുന്നു. റോഹിംഗ്യൻ പ്രശ്നത്തിൽ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടുകൾ ബംഗാളിന്റെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായിരുന്നു. നരേന്ദ്രമോദി എന്ന ലോകനായകൻ വിഭാവനം ചെയ്യുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും എത്തിക്കുക എന്നതാണ് സുവേന്ദുവിന്റെ ലക്ഷ്യം. കേന്ദ്രം നൽകുന്ന പണം സ്വന്തം പാർട്ടിക്കാരുടെ പോക്കറ്റിൽ എത്തിക്കുന്ന തൃണമൂൽ തന്ത്രങ്ങളെ അദ്ദേഹം തുറന്നു കാണിച്ചു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ നേരിട്ടെത്തുന്നു എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും
പണിയെടുത്തിരുന്നു. മോദിജി വിഭാവനം ചെയ്യുന്ന സുവർണ ബംഗാൾ യാഥാർത്ഥ്യമാക്കാൻ സുവേന്ദു അധികാരി എന്ന കരുത്തനായ സാരഥി അത്യന്താപേക്ഷിതമായിരുന്നു. ഇന്ന് ബംഗാൾ BJPയുടെ കരുത്ത് സുവേന്ദു അധികാരി എന്ന പേരാണ്. അടിച്ചമർത്താൻ നോക്കുന്തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം മുന്നേറുകയാണ്. തന്റെ കുടുംബത്തിന് നേരെയും അണികൾക്ക് നേരെയും നടക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളെ അദ്ദേഹം പുഞ്ചിരിയോടെ നേരിട്ടു. കാരണം അദ്ദേഹത്തിന് പിന്നിൽ മോദിജിയുടെ കരുത്തുണ്ട്, അമിത്ഷായുടെ തന്ത്രങ്ങളുണ്ട്, അതിലുപരി ബംഗാളിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ പ്രാർത്ഥനയുണ്ട്. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ സുവേന്ദു അധികാരി എന്ന പേര് ഇന്ന് കേവലം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമാണ്. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, മാറ്റത്തിന്റെ കാറ്റ് എപ്പോഴും വീശി തുടങ്ങുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നാണെന്ന്. ആ ഹൃദയമിടിപ്പ് തിരിച്ചറിഞ്ഞ നേതാവാണ് സുവേന്ദു. ഭാരതത്തിന്റെ കിഴക്കൻ മേഖലയിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു വലിയ വിപ്ലവത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയത്. ആദർശങ്ങളുടെ അതിജീവനം, അധികാരത്തിന്റെ ശീതള ഛായയിൽ മയങ്ങിക്കിടക്കാതെ ജനങ്ങൾക്ക് വേണ്ടി കഠിന പാതകൾ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ശൈലി അപൂർവമാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നരേന്ദ്രമോദിയുടെ ഭരണതന്ത്രജ്ഞനുമായി ചേർന്നിരിക്കുകയാണ്. ഏത് പ്രതിബദ്ധതയും പുഞ്ചിരിയോടെ നേരിടാനും എതിരാളികളുടെ തട്ടകത്തിൽ ചെന്ന് അവരെ വെല്ലുവിളിക്കാനുമുള്ള സുവേന്ദുവിന്റെ കരുത്ത് BJPയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് പുതിയൊരു ഊർജമാണ് നൽകിയിരിക്കുന്നത്. ഇത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ബംഗാളിന്റെ അന്തസ്സും ആത്മാഭിമാനവും തിരിച്ചു പിടിക്കാനുള്ള സാംസ്കാരിക മുന്നേറ്റമാണ്. നവയുഗത്തിലേക്കുള്ള ചുവടുവെപ്പ്. അമിത്ഷാ വിഭാവനം ചെയ്ത സംഘടനാ ശക്തിയും സുവേന്ദുവിന്റെ ജനകീയ അടിത്തറയും ഒത്തുചേരുമ്പോൾ ബംഗാൾ ഒരു പുതിയ വികസന മാതൃകയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ആക്രമണവും ഭയവുമില്ലാതെ ഓരോ പൗരനും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം, അതാണ് ഈ പോരാട്ടത്തിന്റെ അന്തിമ ലക്ഷ്യം. വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ബംഗാൾ കെട്ടിപ്പടുക്കാൻ സുവേന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഈ പടയോട്ടം അനിവാര്യമായിരുന്നു. പ്രതീക്ഷയുടെ പുതിയ പുലരി ഇരുൾ നിറഞ്ഞ രാത്രികൾക്ക് ശേഷം ഉദിക്കുന്ന സൂര്യനെ പോലെ ബംഗാളിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ കാവിപ്പടയുടെ പ്രഭാവം പടരുകയാണ്. സുവേന്ദു അധികാരി എന്ന നേതാവ് ഇന്ന് ഓരോ വീട്ടിലെയും അംഗമായി മാറിയിരിക്കുകയാണ്. അഴിമതിയുടെയും ആക്രമണത്തിന്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് വികസനത്തിന്റെ പാതയിലൂടെ ഭാരതത്തിന്റെ നെറുകയിലേക്ക് ബംഗാളിനെ എത്തിച്ചു കഴിഞ്ഞു. ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് സുവേന്ദു അധികാരി എന്ന പോരാളിയുടെയും BJPയുടെയും സുവർണ കാലഘട്ടമാണ്. സുവേന്ദു അധികാരി എന്ന പോരാളിയുടെ യാത്ര വെറുമൊരു മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല. അത് നൂറ്റാണ്ടുകളായി ബംഗാൾ കാത്തു സൂക്ഷിച്ച പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള പുറപ്പാടായിരുന്നു. മമതാ ബാനർജിയുടെ ഭയത്തിന്റെ രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ് സാധാരണക്കാരനെ നിർഭയമാക്കി വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. BJPയുടെ ഈ പടയോട്ടം കാണുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്ന, അസൂയ കൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് ചുറ്റും ഇനി കാണാം. മോദിയുടെ വികസനവും സുവേന്ദുവിന്റെ ജനപ്രീതിയും സഹിക്കവയ്യാതെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വരുന്ന ഇക്കൂട്ടർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടാൻ പോകുന്നവരാണ്. BJP ബംഗാളിൽ പച്ച പിടിക്കില്ല എന്ന് പ്രവചിച്ചവർക്ക് ഇന്ന് സുവേന്ദു അധികാരി എന്ന പോരാളി ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അഴിമതിയുടെ കറ പുരണ്ട കൈകളുമായി നടക്കുന്നവർക്ക് മോദിയുടെ ശുദ്ധമായ രാഷ്ട്രീയത്തെയും അമിത്ഷായുടെ നിശ്ചയദാർഢ്യത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ നുണങ്ങൾ പ്രചരിപ്പിക്കും, കേസുകൾ എടുക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ സൂര്യനെ കൈവെള്ള കൊണ്ട് മറയ്ക്കാൻ കഴിയില്ലെന്ന് ഇവർ ഓർക്കുന്നത് നന്ന്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പുരോഗതി കാണുമ്പോൾ അസൂയ പൂണ്ടവർ ബംഗാളിലും വികസനം വരുന്നത് തടയാൻ ശ്രമിക്കും. കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നതും പേര് മാറ്റി സ്വന്തമാക്കാൻ നോക്കുന്നതും ഇക്കൂട്ടരുടെ സ്ഥിരം വിനോദമാണ്. എന്നാൽ സുവേന്ദു അധികാരിയെ പോലൊരു നേതാവ് മുന്നിലുള്ളപ്പോൾ ഈ കപട നാടകങ്ങൾ ഇനി ബംഗാളിൽ ചെലവാകില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.